തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. തൃശൂർ പൂരം ആർഭാടരഹിതമായി നടത്തുന്നതും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കുമുള്ള നഷ്ടപരിഹാരം എന്നിവയടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയാകുക. വി ബിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനീഷ്, ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന്, തൃശൂർ പൂരം ഏത് രീതിയിൽ ആർഭാടരഹിതമായി നടത്തണം, ഒപ്പം മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുക സംബന്ധിച്ചാണോ? തീർച്ചയായിട്ടും നിലവിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തൃശ്ശൂരിലെ വെടിക്കെട്ടുപുരയിൽ തീപിടിച്ച ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. നിലവിൽ ചില തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിന് ശുപാർശ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ മരണപ്പെട്ടവർക്കോ സാമ്പത്തിക ധനസഹായം നൽകുന്നത്, ഒപ്പം തന്നെ പരിക്കേറ്റവർക്ക് ധനസഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ശുപാർശ ചെയ്ത് അതൊരു നിയമവ്യവസ്ഥയുടെ ഭാഗമാക്കി അത് അടിയന്തരമായി നൽകാനുള്ള ഒരു ശ്രമമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുക. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ടയായി ചർച്ച ചെയ്യുന്നത്. മറ്റു വിഷയങ്ങളൊന്നും തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് സർക്കാരിന് നിലനിൽക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ തൃശ്ശൂരിലുണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഓൺലൈനായാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. 10 മണിക്ക് തന്നെ ഈ ഓൺലൈനായി മന്ത്രിസഭാ യോഗം ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിവിധ മന്ത്രിമാർ അതാത് ജില്ലകളിൽ നിന്നാണ് ഈ മന്ത്രിമാർ ഓൺലൈനായി യോഗത്തിൽ ചേരുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചുമതല വഹിക്കുന്ന മന്ത്രിമാർ അവർ ഉൾപ്പെടെയുള്ളവർ ഈ ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിൽ 10 മണിക്ക് തന്നെ ഭാഗമാകും. അതിനുശേഷമായിരിക്കും ഈ സാമ്പത്തിക സഹായം, മറ്റു സഹായങ്ങൾ നൽകുന്ന കാര്യത്തിൽ, മറ്റു ദുരന്ത നിവാരണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരിശോധിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊള്ളുക. അതേസമയം തന്നെ ഈ മോഡ് ഓഫ് കോണ്ടാക്ട്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ചില പരിമിതികളുണ്ട്. ആ ഘട്ടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഒരു പക്ഷേ പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കാം. ഈ മരണപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന, അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്, ഒപ്പം തന്നെ ഈ ഇപ്പോൾ വലിയ രീതിയിൽ ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ് കിടക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള, ധനസഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ചയായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുക. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു മാനദണ്ഡത്തിന്റെ പ്രകാരമായിരിക്കും സർക്കാർ പ്രഖ്യാപനം നടത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഗൗതം.